പ്രതികരണങ്ങൾ പ്രകടമാക്കുന്ന വ്യാക്ഷേപക ശബ്ദങ്ങളിൽ ദൈനംദിന ജീവിതത്തിൻ്റെ സകലമാന ഭാവങ്ങളും ആർന്നു നിൽക്കുന്ന ഏക ശബ്ദപാഠകം. ഈ യാത്രയിൽ കൂടെ കൂടാൻ ഇതാ നാടൻ നൈർമല്യത്തിൻ്റെയും ആഡംബര കുസൃതിയുടെയും നർമ്മത്തിൻ്റെയും മറുവാക്കായ ഒരു ബിംബം, നമ്പൂതിരി. അദ്ദേഹം പതിവ് ദിനചര്യകളിലേക്ക് കടക്കുകയാണ്. അതാ അദ്ദേഹത്തിന് എന്തോ ഒന്ന് അലട്ടുന്നുണ്ട്. തലേന്ന് രാത്രി കണ്ട നളചരിതത്തിലെ ശൃംഗാരപദങ്ങൾ മനസ്സിലടങ്ങും മുമ്പേ അവളെ തൊരു കാമിനി ഹേ ബാഹുക, അവളെ തൊരു കാമിനി ഹേ ബാഹുക, അവളെ തൊരു കാമിനി ഹേ. മൂരി ശൃംഗാര ചാബല്യങ്ങളിൽ നിന്നും അറിയാതെ ആ വ്യാക്ഷേപക ശബ്ദം ഉയർന്നുപോയി. കുളി കഴിഞ്ഞ് ഈറൻ മാറി മേലനങ്ങാതെ മുടി അനങ്ങാതെയുള്ള ചില ശീലങ്ങളിൽ ഓരോ മനുഷ്യനിലെയും സുഖലോലുപതയെ നമുക്ക് ദർശിക്കാം. സ്വച്ഛസുന്ദരമായ ഒരു നിമിഷത്തിൽ അരുതാത്തൊരു വാർത്ത മതി. ഉണ്ണിക്ക് ദീനം കലശലായിരിക്കുന്നു. കരുണാർദ്രമായ മനസ്സിൽ അണപൊട്ടി തകരുന്ന വേദന ഇപ്രകാരം രോദനമാവുകയായി. ചതുരംഗവും ആൽത്തറയും വെടിവട്ടവും നമ്പൂതിരിയുമായാൽ നാലും കൂട്ടി മുറുക്കുന്ന സുഖം. തലേന്നു കണ്ട ആനപ്പൂരത്തിൻ്റെ വർണ്ണനകളാണ് സംസാര വിഷയമെങ്കിലോ രാജസത്തിൻ്റെ സൗന്ദര്യവ്യാപ്തിയെ മൂർത്തമാക്കുന്ന ഈ ദൃശ്യഭാവങ്ങളിൽ നമ്പൂതിരിയുടെ ആനക്കമ്പം വീരരസമാർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ശങ്കകളിൽ ഏറ്റവും ശ്രേഷ്ഠം മൂത്രശങ്ക തന്നെ. മൂത്രപ്പുര തേടിക്കണ്ടെത്തേണ്ട അത്യാസന്ന അവസ്ഥയിലും ഹാസ്യമന കൊള്ളിച്ച ഒരു അയ്യോ പുറപ്പെടുകയായി. പുറമേക്ക് ഒരു മേമ്പൊടിയും. തനിക്ക് പറ്റിയൊരു അമളി നാടാകെ പാടി നടന്ന് നാറ്റിച്ച കാര്യസ്ഥൻ പങ്കുണ്ണി നായരോടുള്ള അരിശം രൗദ്രാകാരമാർന്ന് ഇല്ലം വിറപ്പിക്കുന്നതും ഇതേ ശബ്ദവിന്യാസത്തിലാണ്. ആലസ്യപുരാണത്തിന്റെ കുറുവിളികൾ മുഴങ്ങുന്ന പതിവ് മധ്യാഹ്നം. ഈ ഉറക്കം കൊല്ലിയും പതിവ് തന്നെ. ഒന്ന് മുറുക്കിക്കളയാം. കവിത കുറിക്കുന്ന ചാരുതയോടെ വെറ്റിലയിൽ 100 തേച്ചങ്ങനെ ഇരിക്കുമ്പോൾ അതാ കേൾക്കുകയായി ഒരു കൊലുസുനാദം. ഹൈ ഹൈ നിത്യവശ്യമേ നിതംബദർശനം. നിഷ്കളങ്കമായ ഒരു പ്രതികരണത്തിന്റെ ശബ്ദഭാഷ്യം അങ്ങനെ അത്ഭുതമായി ഉണർന്നു. ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയുണ്ടാക്കുക. സൗഖ്യശീലങ്ങളുടെ സമൃദ്ധികളിൽ ഒരു തലനാരുമതി ബീഭത്സം നിറഞ്ഞ പ്രതികരണം പൊട്ടിപ്പുറപ്പെടാൻ. ഇനിയൊന്ന് കിടന്നുറങ്ങാം.
ഉറക്കത്തിൻ്റെ കവാടം തുറന്ന് ശാന്തമായി അതിലേക്ക് വിലയിക്കാം. അയ്യോ, ഇല്ലത്തു നിന്ന് ഇറങ്ങുകയും ചെയ്തു. അമ്മാത്തേക്കൊട്ട് എത്തിയതുമില്ല. ഭയാശങ്കകളുടെ ദുരിതത്തിലൂടെയുള്ള യാത്ര. അറിയുക, അയ്യോ രണ്ടക്ഷരത്തിലൊതുങ്ങുന്ന കേവലമായ ഒരു ശബ്ദമല്ല. ഏതെങ്കിലും ഒരു ഭാഷയിലെ ശബ്ദകോശങ്ങളുടെ കുത്തകയുമല്ല. സർവവ്യാപിയായ പ്രപഞ്ച ചൈതന്യത്തെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യജീവി തനിക്കതിന് കഴിയില്ല എന്ന് സ്വയം തിരിച്ചറിയപ്പെടുന്ന നിമിഷം പ്രയോഗിക്കുന്ന കേവലം രണ്ടക്ഷരം. അത് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഇടയിലുള്ള ശൂന്യതയുടെ തമോഗർത്തമാണ്. അതിൽ വീണൊടുങ്ങാത്ത ഒരു പ്രപഞ്ച സത്യവുമില്ല.